എൻ്റെ കയ്യിലിരിക്കുന്നത് 2 ലാപ്ടോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ പുതിയ ലാപ്ടോപ്പുകളൊക്കെ വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു HP ലാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വാങ്ങിയതാണ്. അതിനുശേഷമാണ് ഈ ഒരു MSI എന്ന കമ്പനിയുടെ ഈ ഒരു ഗെയിമിംഗ് ലാപ്പ് വാങ്ങിയത്. അപ്പോൾ പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ടെസ്റ്റിംഗ് ആട്ടോ ഈ ഒരു 2 ലാപ്പിലും കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ വലുപ്പത്തിൽ വലുതും ഭാരം കൂടിയതുമാണ്. ഈ ഒരു ലാപ്ടോപ്പുകൾ ഉയർന്ന പ്രകടനത്തിന് പേര് കേട്ടതാണ്. ഉയർന്ന പ്രകടനമുള്ള ഗെയിമിംഗ് ഉറപ്പാക്കാൻ ലാപ്ടോപ്പുകൾക്ക് ഒരു പ്രത്യേക വീഡിയോ കാർഡ്, വീഡിയോ റാം, വലിയ ബാറ്ററി, ഒന്നിലധികം കൂളിംഗ് ഫാനുകൾ, ഒന്നിലധികം കോറുകൾ ഉള്ള പ്രൊസസ്സറുകൾ എന്നിവ പോലുള്ള അധിക ഹാർഡ്വെയർ ആവശ്യമാണ്. ഈ ഘടകങ്ങൾ സാധാരണ ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് ലാപ്ടോപ്പിനെ ഭാരമുള്ളതും വലുപ്പമുള്ളതുമാക്കുന്നു. അതിനാൽ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വല്ല വെയിറ്റ് ആയിരിക്കും. കാരണം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതായിരുന്നാലും ഈ ഒരു HP ലാപ്ടോപ്പ് എന്ന് പറയുന്നത് i5 ആണ്, 11th ജനറേഷനാണ്. 16 GB റാം വരുന്നുണ്ട്, 512 GB SSD വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, 1.41 കിലോഗ്രാം വരുന്നുണ്ട്. പിന്നെ MSI i5 ആണ്, 10th ജനറേഷനാണ്, 8 GB റാം വരുന്നുണ്ട്, 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്, 256 GB SSD, പിന്നെ 4 GB ഗ്രാഫിക്സ്. വെയിറ്റ് അല്പം കൂടുതലാണ്. ഏതായിരുന്നാലും ഈ ഒരു 2 ലാപ്ടോപ്പുകളിൽ ചെറിയൊരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ആ ഒരു വീഡിയോൻ്റെ എന്താ പറയുക, ഒരു എക്സ്പോർട്ടിംഗ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ചെയ്യുന്നത് ഏറ്റവും താഴ്ന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള, നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊരു വീഡിയോ എഡിറ്റർക്കും തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വണ്ടർഷെയർ ഫിൽമോറയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു HP ലാപ്പിൽ നമ്മൾ ഫിൽമോറ തുറന്നു. ഇനി MSI ലാപ്പിലും കൂടി നമ്മൾ ഫിൽമോറ തുറക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ എന്താ പറയുക, ഒരു ടെസ്റ്റിംഗ്, ഒരു എക്സ്പോർട്ടിംഗ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവ ഏതായാലും നമ്മൾ ആ ഒരു MSI ലാപ്പിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു വീഡിയോ നമ്മൾ എടുത്തു. ഇനി HP ലാപ്പിലും കൂടി നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നവർ എന്താ വെച്ചാൽ, നിങ്ങളെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസുള്ള ലാപ്ടോപ്പുകൾ വാങ്ങാൻ തന്നെ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു 1000-2000 ഒക്കെ ചിലപ്പോൾ കുറവായതുകൊണ്ട് നിങ്ങൾ ആ ഒരു പൈസ അതായി നോക്കി ഏറ്റവും താഴ്ന്നത് വാങ്ങി നോക്കിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ, ഞങ്ങൾക്ക് പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഏതായാലും HP ലാപ്ടോപ്പിൽ ഞാൻ എക്സ്പോർട്ടിങ് കൊടുക്കാൻ പോവാണ്, MSI ലാപ്പിലും എക്സ്പോർട്ടിങ് കൊടുക്കാനാണ്. ഒരേ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ടും ചെയ്യുന്നത്. ഈ ഗെയിമിംഗ് ലാപ്പിലെ ഗ്രാഫിക്സ് കാർഡും അതിൻ്റെ ഒരു പെർഫോമൻസും ഈ ഒരു നോർമൽ ലാപ്പിലുള്ള സംഭവങ്ങളും എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഏതൊക്കെ തരത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 60,000-70,000 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിയ ലാപ്പ് പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ചിലപ്പോൾ നമുക്ക് ആ ഒരു പൈസ തന്നെ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് കിട്ടിക്കോണമെന്നില്ല. ഏതായാലും നമ്മളിതാ ഈ ഒരു HP ലാപ്പിൽ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേൽ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയായി എന്നുള്ള ഒരു ശതമാനം ഇതിലാണ് ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്പാണ്. കാരണം SSD കുറവാണെങ്കിലും ഗ്രാഫിക്സ് കാർഡും കൂടിയുണ്ട്. പക്ഷേ ഇതിൽ ഈ HP ലാപ്പ് എന്ന് പറയുന്നത് 512 SSD വരുന്നുണ്ട്. പക്ഷേ ഇത് 256 SSD മാത്രമേ വരുന്നുള്ളൂ. ഇതേണ്ടോ, ഇത് അവസാന ഘട്ടത്തിലേക്ക് പോയി, ഇതിപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് പല കോലത്തിലും സ്റ്റക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.